ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗചയജ്ഞത്തിന്റെ 274 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി സംഗീത കാസർഗോഡാണ്. ഞാനാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്, കാരണം സതീഷ് മാഷ് ഇങ്ങോട്ട് പോന്നിരിക്കുകയാണ് ഡ്യൂട്ടിക്ക്. മേധാ ഹരിഹരൻ ശ്രീമതിയാണ് ചേരേണ്ടത്. ഉണ്ടോ സായിരാം? ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ അമ്മേ. മേധ ഉണ്ടോ? ഉണ്ടോ? കാണാമോ? ഇല്ല അല്ലേ? അപ്പൊ പിന്നെ നമുക്ക് ചെയ്തു തുടങ്ങാം. ഓ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ शान्ति शान्ति शान्तिः. ഓം ശ്രീ സായിരാം. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഭഗവത് ഭക്തർക്കും എൻ്റെ സാദര പ്രണാമം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ശ്രീ സത്യസായി വാണി ഭാഗം 21 ഒരു ഭാഗമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. കാമം, ക്രോധം, ലോഭം എന്നിവയുടെ അനന്തര ഫലങ്ങൾ. കാമം, ക്രോധം, ലോഭം എന്നിവയ്ക്ക് ഇരയാകുമ്പോൾ ഉണ്ടാകുന്ന വിനാശകരമായ അനന്തര ഫലങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ബൃഹത് കൃതികളാണ് രാമായണം, മഹാഭാരതം, ഭാഗവതം എന്നിവ. രാമായണത്തിൽ രാവണൻ കാമത്തിന് മകുടോദാഹരണമാണ്. രാമായണ കഥ മുഴുവൻ സംഭവിക്കുന്നത് രാവണന്റെ കാമം കൊണ്ടാണ്. രാമൻ അവതാരമായി ജനിച്ചതിന്റെ ഉദ്ദേശം തന്നെ രാവണനെ നശിപ്പിക്കുക എന്നതായിരുന്നു. ഭാഗവതത്തിൽ ഹിരണ്യകശിപു ക്രോധത്തിന്റെ സ്വരൂപമാണ്. ഹരിയുടെ നേരെയുള്ള ക്രോധം. അയാൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടന്നു: ആ ഹരി എവിടെയാണ്? എന്നെക്കാളും മഹാനായ വേറൊരാളും ഉണ്ടാവുകയില്ല. ഹരിയോടുള്ള ഈ ക്രോധം കാരണം ഭഗവാൻ നരസിംഹരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഹിരണ്യകശിപുവിനെ വധിച്ചു. വിഭു ക്രോധത്തിന്റെ രാക്ഷസനെ ഉന്മൂലനാശം ചെയ്തു. മഹാഭാരതത്തിൽ ദുര്യോധനൻ ലോഭത്തെ പ്രതിനിധീകരിക്കുന്നു. അയാളുടെ ലോഭത്തിന്റെ ഫലമായി അയാളുടെ വംശം മുഴുവനും നശിപ്പിക്കപ്പെടുന്നു. കാമം, ക്രോധം, ലോഭം എന്നിവയുടെ വിനാശകരമായ അനന്തര ഫലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് രാവണനും ഹിരണ്യകശ്യപവും ദുര്യോധനനും. ഈ താക്കീത് നൽകുന്നതിനോടൊപ്പം തന്നെ എന്താണ് ധർമ്മമെന്നും എങ്ങനെയാണ് അത് അനുഷ്ഠിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതെന്നും കൂടി രാമായണവും മഹാഭാരതവും ഭാഗവതവും നമ്മെ പഠിപ്പിക്കുന്നു. നിസ്സീമമായ ദുരാഗ്രഹത്തിന് അടിമയായിരുന്നു ദുര്യോധനൻ. കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുന്നതിന്റെ തലേ ദിവസം അനുഗ്രഹം നേടുവാനായി തന്റെ മാതാവായ ഗാന്ധാരിയുടെ സമീപത്ത് ചെല്ലുന്നു. അന്നത്തെ കാലത്തെ മാതാക്കളുടെ ആദർശങ്ങൾക്കനുസരണമായി ഗാന്ധാരി ദുര്യോധനോട് പറഞ്ഞു: ഏതോ ധർമ്മസ്തോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട്. അവർ തന്റെ മകന് വിജയം ആശംസിച്ചില്ല. അതിനുശേഷം ദുര്യോധനൻ തന്റെ ഗുരുവായ ദ്രോണാചാര്യരുടെ സമീപത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു. ദ്രോണാചാര്യർ പറഞ്ഞു: യഥോ ധർമ്മസ്തോ കൃഷ്ണ, യഥോ കൃഷ്ണ തഥോ ജയ.
എവിടെ ധർമ്മമുണ്ടോ അവിടെ കൃഷ്ണനുണ്ട്, എവിടെ കൃഷ്ണനുണ്ടോ അവിടെ ജയമുണ്ട്. ഇതേ സന്ദേശമാണ് ഭഗവത്ഗീതയിലെ അവസാന ശ്ലോകത്തിൽ അടങ്ങിയിരിക്കുന്നത്. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധരാ തത്ര ശ്രീ വിജയോർഭൂരേ ധുവാനീതിർമതിർമമ. എവിടെയാണോ യോഗേശ്വരനായ ശ്രീകൃഷ്ണനുള്ളത്, എവിടെയാണോ ധനുർധരനായ അർജുനനുള്ളത്, അവിടെ എല്ലാ ഐശ്വര്യവും വിജയവും നീതിയും ഉണ്ടാകും. വനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീരാമൻ കൗസല്യയുടെ അനുഗ്രഹം വാങ്ങാൻ പോകുന്നത് എങ്ങനെയെന്ന് രാമായണത്തിൽ വർണ്ണിക്കുന്നുണ്ട്. കൗസല്യ അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ രാജ്യഭഷ്ടകാലത്ത് വനത്തിൽ ധർമ്മം നിന്നെ രക്ഷിക്കും. ധർമ്മോ രക്ഷിതാഹ. എല്ലാം ത്യജിക്കുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കൽ 3 വ്യക്തികൾ സ്വർഗത്തിന്റെ വാതുക്കൽ എത്തി. ഒരാൾ താൻ എല്ലാ പുരാണ ഗ്രന്ഥങ്ങളിലും പാണ്ഡിത്യം നേടിയിട്ടുള്ളതിനാൽ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് അതെന്നെ ഉള്ളിൽ കടക്കുവാൻ അനുവദിക്കണമെന്ന് പ്രഖ്യാപിച്ചു. സ്വർഗവാതിൽ സൂക്ഷിപ്പുകാരൻ പുറത്തുനിന്ന് പറഞ്ഞു, നിങ്ങൾ ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് മാത്രമേയുള്ളൂ, നിങ്ങൾക്ക് പ്രായോഗിക അനുഭവമില്ല, അതിനാൽ നിങ്ങൾക്ക് പോകാം, പ്രവേശനമില്ല. രണ്ടാമൻ പറഞ്ഞു, ഞാൻ യാഗങ്ങളും യജ്ഞങ്ങളും അനുഷ്ഠിച്ചിട്ടുണ്ട്. സൂക്ഷിപ്പുകാരൻ പറഞ്ഞു, നിങ്ങൾ സ്വാർത്ഥോദ്ദേശത്തോടു കൂടിയാണ് യാഗങ്ങളും എല്ലാം അനുഷ്ഠിച്ചത്, നിങ്ങൾക്ക് ഇവിടെ യാതൊരു സ്ഥാനവുമില്ല, നിങ്ങൾക്ക് പോകാം. ഒരു കൃഷിവലനായ മൂന്നാമൻ വാതിലിന് സമീപം ചെന്നിട്ട് പറഞ്ഞു, ഞാനൊരു പാവപ്പെട്ട കൃഷിക്കാരനാണ്, എനിക്ക് 2 ഏക്കർ ഭൂമിയിൽ ഒരു ചെറിയ കുടിലുണ്ട്. വഴിയാത്രക്കാർക്ക് ആവശ്യമുള്ളപ്പോൾ ആഹാരവും പാനീയവും പാർപ്പിടവും ഞാൻ നൽകിയിട്ടുണ്ട്. എനിക്ക് കുറച്ചുള്ളത് ഞാൻ അവരുമായി പങ്കുവെച്ചിട്ടുണ്ട്. ഇതാണ് എനിക്ക് പരിശീലിക്കുവാൻ സാധിച്ചിട്ടുള്ള ഒരേ ഒരു സാധന. കാവൽക്കാരൻ പറഞ്ഞു, നിങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ആരാണോ മറ്റുള്ളവർക്ക് ആവശ്യമുള്ളപ്പോൾ തനിക്കുള്ളത് ത്യജിച്ചിട്ടും അവരെ സഹായിക്കുവാൻ തയ്യാറാകുന്നത്, അവർക്ക് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ യോഗ്യതയുള്ളൂ എന്ന സത്യമാണ് ഈ കഥ ചിത്രീകരിക്കുന്നത്. വളരെ പേരും ധാരാളം വായിക്കുകയും എണ്ണമറ്റ പ്രഭാഷണങ്ങൾ ശ്രവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവയ്ക്കെല്ലാം തന്നെ അവയിൽ എന്ത് പ്രഭാവം ചെലുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്? അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പരിവർത്തനം ഉണ്ടായിട്ടുണ്ടോ? അവർ അവരുടെ ജീവിതത്തിൽ പരിശോധിച്ചു നോക്കിയാൽ ഉത്തരം നിഷേധാത്മകമായിരിക്കുമെന്ന് അവർക്ക് തന്നെ മനസ്സിലാകും. ഒരു പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് സന്യാസത്തോട് അഥവാ ത്യാഗത്തോട് ചായ്വുണ്ടായേക്കാം. അവർ ഉപദേശങ്ങളെ സ്വാഗതം ചെയ്യുന്നു, പക്ഷേ അല്പസമയത്തിനു ശേഷം അവർ അവരുടെ മൂലപ്രകൃതത്തിലേക്ക് തിരിച്ചു പോകുന്നു. ഈ വിചാരിച്ചതെല്ലാം മറന്നുപോകുന്നു. അതുകൊണ്ട് ആദ്യം തന്നെ ആവശ്യമായിരിക്കുന്നത് മാനസിക നിലപാടിലുള്ള പരിവർത്തനമാണ്. മനസ്സിന് മാറ്റമുണ്ടായില്ലെങ്കിൽ മനുഷ്യന് മറ്റ് പരിവർത്തനങ്ങൾ പ്രയോജനരഹിതമാണ്. ഒരാളുടെ ഗുണങ്ങൾക്കാണ് അഥവാ സ്വഭാവങ്ങൾക്കാണ് പരിവർത്തനം ഉണ്ടാകേണ്ടത്, അല്ലാതെ അയാൾ ധരിക്കുന്ന വസ്ത്രങ്ങൾക്കല്ല. രാമായണം മഹത്തായ ഒരു സന്ദേശമാണ് നൽകുന്നത്. അത് ത്യാഗം, ദയ, കരുണ, സഹനം, സഹാനുഭൂതി എന്നീ തന്മയീ എന്നീ ഗുണങ്ങളുടെ സംഗ്രഹമാണ് രാമായണം. ശരീരം കർമ്മത്തിന്റെ ഫലമാണ്. ഇന്ന് മനുഷ്യൻ 7 വിധത്തിലുള്ള ബന്ധനങ്ങളാൽ ബന്ധിതനായിരിക്കുന്നു. ദേഹം, കർമ്മം, രാഗം അഥവാ മമത, ദ്വേഷം അഥവാ വെറുപ്പ്, അഹങ്കാരം, അവിവേകം, അജ്ഞാനം എന്നിവയാണ് മനുഷ്യനെ ബന്ധിക്കുന്ന 7 ബന്ധനങ്ങൾ. അജ്ഞാനം എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? അത് അവിവേകത്തിന്റെ, അതായത് വിവേചന ശക്തി ഇല്ലായ്മയുടെ ഫലമാണ്. ദോഷമാണ് അഹങ്കാരത്തിന് കാരണം. രാഗം അഥവാ മമതയാണ് ദ്വേഷമുണ്ടാക്കുന്നത്. രാഗം കർമ്മത്തിൽ നിന്നുളവാകുന്നു. ശരീരം കർമ്മത്തിന്റെ ഫലമാണ്. കാരണവും ഫലവും എന്ന ഈ ശൃംഖലയിൽ തുടക്കം കർമ്മത്തിലും ഒടുക്കം അജ്ഞാനത്തിലുമാണ്. എങ്ങനെയാണ് അജ്ഞാനത്തെ മാറ്റുക? അജ്ഞാനം
അന്ധകാരം പോലെയാണ്. അന്ധകാരവുമായി എത്ര മല്ലടിച്ചാലും അത് മാറുന്നില്ല. പക്ഷേ ഒരു വിളക്ക് കൊളുത്തുന്ന നിമിഷം അന്ധകാരം അപ്രത്യക്ഷമാകുന്നു. മനുഷ്യന്റെ അജ്ഞത ഇല്ലായ്മ ചെയ്യുന്നതിന് ആവശ്യമായ വിളക്ക് ഈശ്വര നാമമാണ്. ഇന്ന് ജ്ഞാനസമ്പാദനത്തിന് നിങ്ങൾ ഈശ്വരനാമത്തെ മാർഗമായി സ്വീകരിക്കണം. കലിയുഗത്തിൽ 2 വസ്തുതകൾ വളരെ പ്രധാനപ്പെട്ടവയാണ്: നാമവും ദാനവും, അന്നദാനവും ഹരിനാമവും. ഇവയാണ് പ്രഥമമായ ആവശ്യങ്ങൾ. നിങ്ങൾക്ക് ഈ 2 അടിസ്ഥാന പ്രകൃതങ്ങൾ ഉണ്ടെങ്കിൽ അവ നിങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കും. നിങ്ങൾ എല്ലാവരും ത്യാഗമനോഭാവം വളർത്തണമെന്നും നിങ്ങൾക്ക് നൽകാവുന്ന ഏത് ചെറിയ സഹായവും നിങ്ങളുടെ സഹജീവികൾക്ക് നൽകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു. വൃന്ദാവനത്തിലെ കല്യാണ മണ്ഡപത്തിൽ ശ്രീരാമനവമി ദിവസം ഭഗവാൻ നൽകിയ പ്രഭാഷണത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാനിവിടെ വായിച്ചത്. ദുഃഖം ഞങ്ങളെ കീഴ്പ്പെടുത്തുമ്പോഴേ അധികം ആളുകളും ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ. തീർച്ചയായും അത് നല്ലത് തന്നെയാണ്. അത് തങ്ങളെ പോലെ തന്നെ ദുഃഖത്തിന് പാത്രമാകുവാൻ കഴിയുന്നവരുടെ സഹായം തേടുന്നതിനും ഭേദമാണ്. പക്ഷേ സുഖത്തിലും ദുഃഖത്തിലും ശാന്തിയിലും അശാന്തിയിലും എല്ലാ അവസ്ഥകളിലും ഈശ്വരനെ സ്മരിക്കുന്നതാണ് വളരെ ഭേദപ്പെട്ടത്. മഴയുടെ തെളിവ് മണ്ണിന്റെ നനവാണ്. ഭക്തിയുടെ തെളിവ് ഭക്തന്റെ ശാന്തിയിലാണ്. വിജയത്തിന്റെയും പരാജയത്തിന്റെയും കീർത്തിയുടെയും ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും കടന്നാക്രമണങ്ങളിൽ നിന്നും അവനെ സംരക്ഷിക്കുന്നത് ശാന്തിയാണ്. സായിരാം. ഞാൻ പറയാൻ പോകുന്നത് ഭഗവാന്റെ ആദ്യകാലത്തെ പൂജ ചെയ്യുന്ന വയോധികനായിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം വളരെ അവശനായി, വളരെ പ്രായമായി അവശനായി, പിന്നെ പൂജകളൊക്കെ ചെയ്യാൻ വയ്യാണ്ടായി, കിടപ്പിലായി എന്ന് സ്വാമിയോട് പറഞ്ഞു. സ്വാമി പറഞ്ഞു, ആര് പറഞ്ഞു അവൻ കിടപ്പിലായി എന്ന്? ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അടുത്തിട്ട് പറഞ്ഞു, നിന്നോട് ആര് പറഞ്ഞു ഇവിടെ കിടക്കാൻ? എണീറ്റ് പോയിട്ട് മര്യാദയ്ക്ക് പൂജാക്രമങ്ങളൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അദ്ദേഹം മരണാസന്നനായിരുന്നു. പക്ഷെ ഭഗവാൻ പറഞ്ഞു, നിനക്ക് പോകാൻ നേരമായിട്ടില്ലല്ലോ, ഞാൻ പറയാതെ നീ എങ്ങനെ പോകും? വേഗം എഴുന്നേറ്റ് പോകൂ എന്ന് പറഞ്ഞു. അത്രയും ദിവസം വളരെ അവശനായി കിടന്നിരുന്ന അദ്ദേഹം പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ഭഗവാന്റെ അമ്പലത്തിൽ, നമ്മളിപ്പോ കാണാറില്ലേ മന്ദിരത്തിൽ പൂജയൊക്കെ ചെയ്യുന്നത്, ആ പൂജകളൊക്കെ ചെയ്ത് ഭഗവാന്റെ ആരതിയൊക്കെ എടുത്തു. അതിനുശേഷം കുറച്ചു കാലം, അങ്ങനെ ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും രോഗഗ്രസ്തനായി ശയ്യാവലംബിയായി. അപ്പോൾ ഭഗവാൻ അടുത്ത് വന്നിട്ട് കരുണപൂർവ്വം, വളരെ കാരുണ്യത്തോടു കൂടി അദ്ദേഹത്തിന്റെ മകളോട് പറഞ്ഞു, അവന് തുളസി ജലം കൊടുക്കുക. ഭഗവാൻ തന്നെ വിഭൂതി സൃഷ്ടിച്ചു നൽകി, അതും നൽകാൻ പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ഇനി നിനക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ദിവംഗതനായി ഭഗവാനിൽ തന്നെ വിലയം പ്രാപിച്ചു. ഇന്നലെ നമ്മുടെ ഗ്രൂപ്പില് നമ്മുടെ രാജീവ് മാഷ് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതും കൂടെ പറയാം. എല്ലാവരും വായിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല, അതുകൊണ്ട് പറയുകയാണ്. അതായത്, ഭഗവാന് അസാധ്യമായിട്ടുള്ള എന്താണുള്ളത്? വാസ്തവത്തിൽ ക്രിസ്തുദേവന്റെ സമയത്ത് ലാസറുടെ പുനർജീവൻ കൊടുത്തതുണ്ടല്ലോ. ലാസറുടെ സഹോദരിമാര് കരഞ്ഞ് വിളിച്ചു നിൽക്കുമ്പോ കല്ലറയ്ക്കകത്ത് അടച്ച ശരീരം, പഴകിയ ശരീരത്തെയാണ് ലാസറെ പുറത്തു വരൂ എന്ന് പറഞ്ഞ് യേശു ക്രിസ്തു പുറത്തേക്ക് വിളിച്ചത്. അപ്പൊ ലാസർ ഒന്നും സംഭവിക്കാത്ത മാതിരി എഴുന്നേറ്റ് പുറത്തേക്ക് വരികയായിരുന്നു. അതുപോലൊരു സംഭവം നടന്നതായിട്ട് ഇന്നലെ വായിച്ചു, അത് പറയാം. രാധാകൃഷ്ണൻ എന്നൊരാൾ, അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ ഒരു കമ്പനിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഒരു ദിവസം അവര് പുട്ടപ്പർത്തിയിൽ വന്ന് ഭഗവത് ദർശനത്തിനായിട്ട് വന്നു. അദ്ദേഹവും ഭാര്യയും മകളും കൂടെയാണ് വന്നത്. അങ്ങനെ വന്ന് ഇവിടെ ഭഗവാന്റെ ദർശനമെല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി. ആശ്രമത്തിനകത്തൊരു റൂമിലാണ് അവർ താമസിച്ചിരുന്നത്. അദ്ദേഹം മരിച്ചു. അപ്പോ ആശ്രമത്തിൽ മരിച്ച ഉടൻ തന്നെ ആശ്രമത്തിനകത്ത് വെക്കാറില്ല ഡെഡ് ബോഡി, ഇപ്പോഴും ഇല്ല അപ്പോഴും ഇല്ല. ഉടൻ തന്നെ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റും, ജനറൽ ആശുപത്രിയിലെ. അപ്പൊ അതൊന്നും ചെയ്യാതെ, ഭഗവാൻ പറയാതെ മാറ്റാൻ സമ്മതിക്കില്ല എന്ന് ഭാര്യയും മകളും ഒരേ വാശി. അങ്ങനെ അദ്ദേഹം ഡെഡ് ബോഡി അവിടെ കിടക്കുകയാണ്. ആൾക്കാരൊക്കെ വന്ന് പറയുന്നുണ്ട്, മാറ്റാം. ഇല്ല, സ്വാമി പറയാതെ ഒന്നും ചെയ്യില്ല. സ്വാമി ആണെങ്കിൽ ഒന്നും മിണ്ടുന്നുമില്ല. സ്വാമി അടുത്ത് പറഞ്ഞു, സ്വാമി, അദ്ദേഹം രാധാകൃഷ്ണൻ മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി മാറ്റണ്ടേ? സ്വാമി ഒന്നും മിണ്ടിയില്ല, കാണാത്ത ഭാവത്തിൽ പോയി.
ഒരു ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി. മൂന്നാമത്തെ ദിവസമായപ്പോ ശരീരമൊക്കെ നീലനിറമായി അഴുകിത്തുടങ്ങി. അപ്പൊ ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, സ്വാമി ദുർഗന്ധം വന്നു തുടങ്ങി ഡെഡ് ബോഡിയിൽ. ആ കാലത്ത് നമ്മളെ ഇപ്പത്തെ മാനത്തില് മോർച്ചറി ഒന്നുമില്ല, മൊബൈൽ മോർച്ചറി അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. വളരെ വളരെ വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു കഥയാണ്. അപ്പൊ ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, സ്വാമി അടുത്ത റൂമിലെ ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങി ദുർഗന്ധം വമിക്കുന്നു, ശരീരം അഴുകിത്തുടങ്ങിയല്ലോ സ്വാമി, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോഴും ഭഗവാൻ ഉത്തരം ഒന്നും പറയാതെ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ആ ആ മനുഷ്യനോട് കഥ അടച്ചു. ഭഗവാൻ പറഞ്ഞു ഭാര്യയോടും മകളോടും പുറത്തു പോകാൻ പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ അകത്ത് കയറി കഥ അടച്ചു. അതിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഭഗവാൻ കഥ തുറന്ന് പുറത്തു നിന്നിട്ട് പറഞ്ഞു, പോയി നിന്റെ ഭർത്താവിനെ കണ്ടോളൂ എന്ന് പറഞ്ഞു. ചെന്നപ്പോ അദ്ദേഹം അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരുന്നു. വയറിൽ ഒരുപാട് അൾസറൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു കോമയിലുമായി പോയിരുന്നു, കോമയിൽ വീണ് കിടക്കുകയായിരുന്നു. അതിനുശേഷമാണ് മരിച്ചത്. അപ്പം എണീറ്റപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ഒരു കോമയിലായിരുന്നു എന്ന് അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്, പക്ഷെ മരിച്ചത് പോയിട്ട് ഓർമ്മയില്ല. പക്ഷെ അവിടെ ചെന്ന് നോക്കിയപ്പോ അദ്ദേഹം സുസ്മേരവദനായിട്ട് അവിടെ ഇരിക്കുന്നതാണ് കണ്ടത്. ഇതാണ് ഭഗവാന്റെ ഇച്ഛയുണ്ടെങ്കിൽ എന്താണ് സാധിക്കാത്തത് എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ്. ഇതുപോലെ ഒരു ഉദാഹരണമാണ് നമ്മള് പിന്നെ കേണൽ ബോസിന്റെ കാര്യം എല്ലാവരും നമ്മുടെ ഇതിൽ വായിച്ചിട്ടുണ്ടല്ലോ. അതായത് നമ്മുടെ സച്ചരിതത്തിൽ തന്നെ ആ കഥയുണ്ട്. അതിന് എൻ്റെ മക്കളൊക്കെ സാക്ഷികളായിരുന്നു ആ സംഭവത്തിന്. കാരണം 87 അത് സംഭവിച്ചത്. അതും പൂർണ്ണേന്ദ്ര ഹാളിൽ വെച്ചിട്ടാണ്, സ്റ്റുഡൻസിന്റെ എല്ലാം മുമ്പിൽ വെച്ചിട്ടാണ് ബോസ് കുഴഞ്ഞു വീണതും അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സ് ഒക്കെ വന്ന് പരിശോധിച്ചു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞിരുന്നു. സ്വാമി അവിടെ പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് സ്വാമി താഴേക്ക് നോക്കിയിട്ട് കയ്യിലെന്തോ ഇറുക്കി പിടിച്ചു. കൈ മുഷ്ടി ചുരുട്ടി സ്വാമി കൈ പിടിച്ചു. നമ്മുടെ കുട്ടികളെല്ലാവരും, എൻ്റെ മകനും മകളും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവധിക്ക് വന്നിട്ട് അവരാണിത് വളരെ ഉത്സാഹത്തോടുകൂടി ഈ കഥ ആദ്യം എന്നോട് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഭഗവാൻ കൈ മുഷ്ടി ചുരുക്കി പിടിച്ചുകൊണ്ട് വന്നു. താഴെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ബോസിനെ വിളിച്ചു. ഈ സമയത്ത് ബോസ് എന്താണ് കാണുന്നത്? പൂർണ്ണേന്ദ്ര ഹാളിൽ ഒരു വലിയ സുവർണ പക്ഷി ഇരിക്കണു. അപ്പൊ പറഞ്ഞു, ഇത്രയും വലിയ ഒരു പക്ഷിക്ക് ഈ ഹാളിനകത്ത് എങ്ങനെ കയറാൻ പറ്റി? വളരെ വലിയൊരു പക്ഷിയാണ്. ആരാണെന്നൊന്നും അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. ഇതെങ്ങനെ കയറിന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം അതിനിടയ്ക്ക് സ്വാമി അടുത്ത് വന്നു. ബോസ് എണീക്കാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിനെ പതുക്കെ പൊക്കി കഴുത്തിന്റെ പുറകുവശത്ത് പിന്നെ വലത്ത് കൈ കൊണ്ട് ഒരു അടി ഇങ്ങനെ, ആ കൈ തുറന്ന് ഇങ്ങനെ മുഷ്ടി തുറന്നിട്ട് ഭഗവാൻ ഇടത്ത് കൈ കൊണ്ട് അദ്ദേഹത്തിനെ പിടിച്ചു പൊക്കി. ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹം ഉണർന്ന് എഴുന്നേറ്റമാതിരി എഴുന്നേറ്റു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ക്ഷീണമുണ്ട്, ഇവിടെ ഇരിക്കണ്ട, ഇവിടെ കാറ്റില്ല, പോയിട്ട് വേദിയിലിരിക്കാൻ പറയും. അങ്ങനെ വേദിയിലിരുന്നു. അവിടെ ഇരുന്ന ശേഷം പതുക്കെ ക്ഷീണം മാറി. അപ്പോഴത്തേക്കും സ്വാമി തിരികെ പോയി തന്റെ പ്രഭാഷണം തുടർന്നു. അത് കഴിഞ്ഞിട്ട് പ്രഭാഷണം എല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ പൂർണ്ണേന്ദ്ര ഹാളിന്റെ അകത്തേക്ക് പോയിട്ട് അകത്തെ റൂംസിലേക്ക് പോയി. ഇദ്ദേഹവും പോയി, സ്വാമിയും പോയി. അപ്പൊ ഡോക്ടേഴ്സ് ചോദിച്ചു, എന്താണ് ശരിക്കും സംഭവിച്ചത്? അപ്പം ഇങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. അതിനുശേഷം സ്പോർട്സ് മീറ്റിന് ആ പ്രാവശ്യം ഒരു ഗരുഡനെയാണ് നമ്മൾ കാണാറില്ലേ, അഗ്നിയും കൊണ്ട് ഇങ്ങനെ പോകുന്ന, അഗ്നിജ്വാലയും കൊണ്ട്, അത് അന്നൊരു ഗരുഡനായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, ഞാൻ അന്ന് കണ്ട പക്ഷി ഗരുഡനായിരുന്നു എന്ന്. മാത്രമല്ല ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട്, സച്ചരിതരായ ആൾക്കാര്, ഭക്തരായ ആൾക്കാര്, അങ്ങനെയുള്ളവരെ യമലോകത്തേക്ക് കൊണ്ടുപോകാൻ യമരാജനല്ല വരുന്നത്, ഗരുഡനാണ് വരുന്നത്. ആ ഗരുഡനാണ് വന്നിട്ട് തന്റെ സ്വർണ്ണപക്ഷത്തിൽ ഏറ്റിക്കൊണ്ട് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്, വൈകുണ്ഠ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷെ ഭഗവാൻ പറഞ്ഞു സമയമായിട്ടില്ല, അതുകൊണ്ട് ആ പക്ഷി പറന്നു പോവുകയാണ് ചെയ്തത്. ഇതാണ് മറ്റൊരു കഥ. അപ്പൊ നമ്മുടെ ഭഗവാന് അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും നമുക്ക് എന്തോ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നില്ല, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കുന്നില്ല. പലർക്കും ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോയിട്ടുള്ളതും പോയിക്കൊണ്ടിരിക്കുന്നതുമൊക്കെ. പക്ഷെ അപ്പോഴൊക്കെ ഭഗവാന്റെ മെസ്സേജ് വരും, എന്തിനാണ് ഭയപ്പെടുന്നത്, ഞാനില്ലേ ഇവിടെ,
അതിനെല്ലാം സമയമാകുമ്പോൾ എല്ലാം ശരിയായിക്കോളും. അതായത് നമ്മുടെ കർമ്മബന്ധങ്ങൾ പ്രാരബ്ധങ്ങൾ തീരുന്നത് വരെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നല്ലതാണെങ്കിൽ മാത്രമേ ഭഗവാൻ ചെയ്തു തരുള്ളൂ. മറ്റുള്ളവരുടെ കണ്ണിൽ അത് മോശമായി തോന്നാം, അല്ലെങ്കിൽ എന്താ ഇവർ ഇങ്ങനെയും തോന്നാം, പലതും തോന്നാം. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഭഗവാനെയാണ് നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത്. ഭഗവാന് മാത്രമേ നമുക്ക് എന്താണ് നല്ലതെന്ന് അറിയാവൂ. നമ്മുടെ ഇന്നലെയും നാളെയും ഇന്നും ഭഗവാന് മാത്രമാണ് അറിയുന്നത്. അതുകൊണ്ട് നമ്മൾ സമാധാനത്തോടുകൂടി നാമം ജപത്തിലും നമ്മുടെ കർത്തവ്യങ്ങളിലും മുഴുകിയിരിക്കുക. ഭഗവാനെ കൈവിടാതെ എന്തെല്ലാം പ്രാർത്ഥനകളാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊന്നും മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് എന്താണ് വരുന്നത് അതെല്ലാം ഭഗവാന്റെ ഇച്ഛയില്ലാതെ ഒരു പുൽക്കൊടി പോലും അനങ്ങില്ല എന്ന് നമ്മൾ നിത്യേന നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് നമ്മളെ സംബന്ധിച്ച് സത്യം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഭഗവാനിൽ മാത്രം നമ്മുടെ പൂർണ്ണ ശ്രദ്ധ ഉറപ്പിച്ചുകൊണ്ട് കഴിയും. മറ്റുള്ളവർ നമ്മളെ ദ്രോഹിക്കും, മറ്റുള്ളവർ നമ്മെ ഉപദ്രവിക്കും, പല കാര്യങ്ങളും ചെയ്യും, ദുഷ്ടതകൾ ചെയ്യും. ഭഗവാന്റെ ഭക്തര് പോലും ദുഷ്ടതകൾ ചെയ്തു എന്ന് വരാം, നമ്മൾ അമ്പരന്ന് പോകുന്ന സംഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ അതെല്ലാം നമ്മുടെ കർമ്മങ്ങള് ഭഗവാൻ മാറ്റുന്നതിൻ്റെയാണ് നമ്മൾ വിചാരിക്കുക. ഏതോ പൂർവ്വജന്മത്തിൽ നമ്മൾ ഈ ആൾക്കാരും നമ്മളും ഒക്കെ തമ്മിൽ പരസ്പരം ഉണ്ടായ എന്തൊക്കെയോ കാര്യങ്ങള് എല്ലാം തീർക്കുകയാണ്. അപ്പൊ നമുക്ക് ആരോടും ഒരു വിരോധം തോന്നണ്ട. എല്ലാം സംഭവിക്കുന്നത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, റിഫ്ലക്ഷൻ, റിയാക്ഷൻ, റീസൗണ്ട്. നിങ്ങളുടെ നേരെ വരുന്നത് എല്ലാം നിങ്ങളൊരു കണ്ണാടിയിൽ നോക്കുന്നതിന് സമമാണ്. നിങ്ങൾ ചെയ്തത് തന്നെ നിങ്ങൾക്ക് തിരികെ വരുന്നു. നിങ്ങൾ പറയുന്ന ശബ്ദം തന്നെ നമുക്ക് പ്രതിധ്വനിയായിട്ട് തിരികെ കിട്ടുന്നു. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ നമുക്ക് പ്രതികരണങ്ങളായിട്ട് തിരികെ വരുന്നു. അപ്പൊ ഒന്നിനും നമുക്ക് ആരോടും പരിഭവിക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഉദ്ധരേതാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധോ ആത്മൈവ രിപുരാത്മനഃ. ഭഗവാൻ കൃഷ്ണൻ പറയാണ്, ഉദ്ധരേതാത്മനാത്മാനം. നിങ്ങളുടെ ഒരേ ഒരു കർത്തവ്യം എന്താണ്? നിങ്ങളുടെ ആത്മാവിനെ ഉദ്ധരിക്കുവാനുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക. ബാക്കി ഒന്നും ശ്രദ്ധിക്കേണ്ട, ബാക്കി എല്ലാം സെക്കൻഡറിയാണ്. ഭഗവാനിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ആത്മാവിന്റെ ഉദ്ധാരണത്തിന് വേണ്ടിയാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത്. ഈ മനുഷ്യജന്മം, ദുർലഭമായ മനുഷ്യജന്മം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ആത്മാവിനെ ഈശ്വരനിലേക്ക് ഉയർത്താൻ വേണ്ടി മാത്രമാണ്. അതിൽ മാത്രം ശ്രദ്ധിക്കൂ. ആത്മാനം അവസാദയേത്. ആത്മാവിനെ താഴേക്ക് പിടിച്ചു വലിക്കുന്ന ബന്ധങ്ങളിലും ബന്ധനങ്ങളിലും പിരട്ടുകളിലും ഒന്നും പെടാതിരിക്കുക. ലോകം അതിനെ നമ്മൾ ആകർഷിച്ചുകൊണ്ടിരിക്കും, നമ്മളെ പിടിച്ചു താഴ്ത്താനുള്ള എല്ലാ വഴികളും നോക്കിക്കൊണ്ടിരിക്കും. അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ ആത്മാവിനെ ഭഗവാനിലേക്ക് ഉയർത്തുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് നിങ്ങളുടെ സാധന ചെയ്തുകൊണ്ട് പോവുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ മിത്രമാകും, സുഹൃത്താകും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. വേറെ ശത്രുക്കളുമില്ല, മിത്രങ്ങളുമില്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മിത്രം, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശത്രു എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ 5000 വർഷങ്ങൾക്ക് മുമ്പ് പാർത്ഥനോട് പറഞ്ഞത്. ആരാണ് ഈ പാർത്ഥൻ? നമ്മളെല്ലാവരും പാർത്ഥന്മാരാണ്. കാരണം പൃഥ്വിയുടെ മകനെയാണ് പാർത്ഥൻ എന്ന് പറയുന്നത്. പൃഥ്വി എന്ന് വെച്ചാൽ എന്താണ്? ഭൂമി എന്ന് അർത്ഥമുണ്ട്. പൃഥ എന്നൊരു പേരും കൂടെ കുന്തി ദേവിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ പൃഥയുടെ പുത്രൻ പൃഥ്വിയുടെ പുത്രൻ, അതായത് ഭൂമിയുടെ പുത്രന്മാരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പാർത്ഥന്മാരാണ്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞ എല്ലാ വാക്കുകളും, നമ്മുടെ സായി കൃഷ്ണൻ പറയുന്ന എല്ലാ വാക്കുകളും ഭഗവത്ഗീത തന്നെയാണ്, സായി ഗീത തന്നെയാണ്. അത് കേട്ട് അതിൽ ശക്തി പ്രാപിച്ച് നമ്മുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ പോവുക. അത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ജയ സായിരാം. സായിരാം മോളെ ഇതിട്ടോളൂ. నీకు జగత్తులకు కనిపించినవన్నీ కూడాను దైవ స్వరూపములే. All that is apparent in this cosmos is verily is divine. దైవము కానటువంటిది ఒక్కటి కూడాను జగత్తులో కానరాదు. In this vast world you don't find anything other than ఈ కనిపించినవన్నీ కూడాను వస్తువులుగా నీవు భావిస్తున్నావు. You consider
mereless objects of this material world. ఈ వస్తువులన్నీ కూడాను దైవ కృపములే. The material objects of this world also are symbolic of God's grace. కనుక ప్రపంచంలో భగవంతునికి మించినటువంటిది మనకు ఒక్కటి కూడాను కానరాదు. Therefore, it is certainly established there's nothing beyond God in this కనుకనే world. మనం పిచ్చివారం అయిపోయి భగవంతుడు ఎక్కడో ఎక్కడో అని వెతుకుతూ ఉన్నాం. Like madcaps, we are in search of God elsewhere. ఎక్కడ చూసినా కనిపించినది దైవమే. It's only God who is present everywhere. దైవము కానటువంటిది లోకములో ఒక్కటి లేదు. In this world, there's nothing other than the divinity. ఆ అంగహీనుడైనటువంటి పిల్లలను, The handicapped, ఆ సైకిల్ పైన ఎక్కిస్తూ ఉంటే నాకు ఎంతో విచారమైంది. Bhagavan felt very, very sad when these physically challenged handicapped are lifted to three-wheelers. వారు దైవస్వరూపులు. They are embodiments of love. అలాంటి దైవస్వరూపుణ్ణి మన అంగమునందు ఉంచుకొని మనము ఏదో హీనుడిగా భావించి మనము వాటితో తెల్లాటలాడుతున్నాము. In fact, we consider them so low, forgetting the fact they are divine. హీనుడైనటువంటి వాడు లోకంలో ఎక్కడ కూడా కానరాడు. There is none in this world who are low. സായിരാം ശാന്തി ഭജന പാടിക്കോളൂ. സായിരാം സായിരാം. ഓം ഗുരുദേവാ പ്രിയദേവാ സായി ദേവാ ദയാമയ ഗുരുദേവാ പ്രിയദേവാ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് ചെയ്യൂ. ബ്രേക്ക് ആവണം. ആ സ്ഥലത്ത് നിന്ന് മാറി നിന്ന് ചെയ്യൂ. ഗുരുദേവാ പ്രിയദേവാ സായി ദേവാ ദയാമയാ വിഭൂതി സുന്ദര ശശാങ്ക ശേഖര സായി ശങ്കര ദയാ കരോ ഗുരുദേവാ പ്രിയദേവാ സായി ദേവാ ദയാമയാ ഗോകുലരഞ്ജന സായി ഗോപാല ഗോകുലരഞ്ജന സായി ഗോപാല രഘുകുലഭൂഷണ സായി രാമ രഘുകുലഭൂഷണ സായി രാമ ഹേ മദനാന്തക ദയാ കരോ ഹേ മദനാന്തക ദയാ കരോ ഗുരുദേവാ പ്രിയദേവാ സായി ദേവാ ദയാമയാ. സായിരാം. സായി മഹിമ. ഒരാളുടെ കൂട്ടുകെട്ട്, സൗഹൃദങ്ങൾ ആണ് അയാളുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നത്. അവനവന്റെ സഹജ വാസനകളെ സ്വതന്ത്രമായി പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു സംഘത്തിന്റെ കൂടെ ചേരുവാനാണ് ഓരോരുത്തരും തീരുമാനിക്കുന്നത്. തൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആഗ്രഹങ്ങളെയും ബാഹ്യമായ കാമങ്ങളുടെയും പ്രേരണയ്ക്ക് വശംവദനാകുക എന്നതാണ് മനുഷ്യന്റെ സ്വാഭാവികമായ പ്രകൃതം. പക്ഷേ മിക്കപ്പോഴും ഈ പ്രേരണകൾ ഹാനികരം ആകാറുണ്ട്. അങ്ങനെ അവരുടെ വ്യക്തിത്വത്തിന്മേൽ സ്വാധീനം ചെലുത്തുവാൻ അവർ അതിനെ അനുവദിച്ചുകൊണ്ട് സ്വയം നാശത്തിലേക്ക് പതിക്കുന്നു. സത് സൗഹൃദങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് ആലോചിക്കുക. ഒരു നീണ്ട ചരടിന്
ആരും പ്രാധാന്യം നൽകുന്നില്ല. പക്ഷെ അതുകൊണ്ട് കുറച്ച് സുഗന്ധ പുഷ്പങ്ങൾ കുരുക്കുകയാണെങ്കിൽ സ്ത്രീകൾ അത് തലയിൽ ചൂടുവാനും ഭക്തർ ഭഗവാന് സമർപ്പിക്കുവാനും ആ പൂമാല ഉപയോഗിക്കുന്നു. ഒരു നാൽക്കവലയിൽ കിടക്കുന്ന കരിങ്കൽ പൊതുജനങ്ങൾ നിരാകരിക്കുകയോ ദുരുപയോഗപ്പെടുത്തുകയോ ചെയ്യുന്നു. പക്ഷേ ആ കല്ല് ശില്പിയുടെ ഒരു ശില്പിയുടെ അടുത്താണ് എത്തുന്നതെങ്കിൽ അത് മനോഹരമായ ഈശ്വര പ്രതിമയായി പരിവർത്തനപ്പെടുന്നു. അത് ആയിരക്കണക്കിന് ജനങ്ങളുടെ ആരാധനയ്ക്ക് പാത്രമാകുന്നു. അതുകൊണ്ട് സത്സംഗം, നല്ല സൗഹൃദങ്ങൾ, സദാചാരം, ആത്മീയമായ ഉന്നനത്തിന് ഇതെല്ലാം അത്യന്താപേക്ഷിതമാണ്. ജയ സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ സായി.